ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവകൃപ പ്രാപിക്കണം. ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ ഇനി നാം ഒരു പച്ച ഇരുമ്പെടുത്തിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചിറ്റികൾ കൊണ്ട് നിങ്ങൾ അടിച്ചു നോക്കണം. ഈ ചിറ്റികൾ കൊണ്ട് ഈ പച്ച ഇരുമ്പിനെ അടിച്ച് നിങ്ങൾക്കൊരു ആയുധമാക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ഇരുമ്പ് പഴുത്തതിന് ശേഷം അടിച്ചാൽ നീ അടിക്കുന്നതിന് അതിൻ്റെ കട്ടി കുറഞ്ഞ് വരും. ആ കട്ടി കുറയുന്നതിനനുസരിച്ച് ഇതിന് മൂർച്ച വരാനിടയായിക്കൊണ്ടിരിക്കുക. അല്ലേലും നീ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് അല്ലേലും നിന്റെ മേൽ ഭരിക്കുന്ന അന്യായമായ ബന്ധനത്തിന്റെ പവർ, മന്ത്രവാദത്തിന്റെ കെട്ട്, ലൂസിഫറിന്റെ കെട്ട്, പിശാചിന്റെ കെട്ട് നിന്നിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ശരീരങ്ങളിൽ നിന്ന്, നിന്റെ ഭാര്യയിൽ നിന്ന്, നിന്റെ മക്കളിൽ നിന്ന്, സഹോദര നിന്നിൽ നിന്ന് അതിന്റെ ശക്തി കുറയും. കാരണം എന്തെന്നറിയാമോ? തീ ഇതിന്മേൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, തീ ഇതിന്മേൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് ശക്തി കുറഞ്ഞു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. ഈ തീയിലേക്ക് ഇത് വെച്ച് പഴുപ്പിച്ചതിന് ശേഷം കുല്ലൻ ഇതിനെ അടിച്ചു പണിയാൻ വലിയ ബന്ധപ്പാട് വരത്തില്ല. അവൻ്റെ ഈ ഇരിക്കുന്ന ചിറ്റികൾ കൊണ്ട് ഇതിനെ ഇങ്ങോട്ടെടുത്തിട്ട് അവൻ പുറത്തോട്ട് വെച്ച് അവൻ കൊരുട് കൊണ്ട് ഞാൻ പിടിച്ചതിന് ശേഷമായി ഇതിനെ അടിക്കുവാൻ തുടങ്ങും. ഞാൻ എന്ത് ആയുധമാണ് ഉണ്ടാക്കാൻ പറഞ്ഞോ ആ ആയുധമാക്കി ഈ ഇരുമ്പിനെ അവൻ പണിത് തരും. ഹല്ലേലൂയ, ആമേൻ. എന്ന് പറഞ്ഞാൽ യേശുവിന് നീ ആയുധമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേൽ ഇറങ്ങണമെന്നാ. പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേൽ വരണമെങ്കിൽ ഒരു സൺഡേ വർഷിപ്പ് പോരാ, ഒരു സഭാരാധന പോരാ, ഫാസ്റ്റ് ആൻഡ് പ്രയർ വേണമെന്ന്, ഉപവസിക്കണമെന്ന്. അല്ലേലും നീയോ കുറയണം, ഞാനോ വളരണമെന്ന്. അല്ലേലും എൻ്റെ കൂടാരത്തിന്റെ മസിൽ പവർ, എൻ്റെ കൂടാരത്തിൽ വന്നുപോയ കൊളസ്ട്രോളിന്റെ പവർ, അഹങ്കാരത്തിന്റെ പവർ, തന്നിഷ്ടത്തിന്റെ പവർ, അല്ലേലും ലോകത്തിന്റെ പവർ ഉരുകി മാറണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വരണമെന്ന്. കരം കൊണ്ടുവന്നവർ മാത്രം കരമടിക്ക്. ചിലര് കരം വീട്ടിൽ വെച്ചിട്ട് വരുന്ന പതിവുണ്ട്, ചിലര് വായി വീട്ടിൽ വെച്ചിട്ട് വരുന്ന പതിവുണ്ട്. കരം കൊണ്ടുവന്നവർ കരമടിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. ആരാധിക്കാൻ വന്നവരുന്ന പോൽക്കാലം ആരാധിച്ചേ പോവും. ആരാധിക്കാൻ വന്നവരെ മേൽ ഞാൻ ഈ മർമ്മം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ വീഴും. പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ വീഴും. പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ നാവിൽ മേൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പോ പച്ച ഇരുമ്പിനെ എടുത്തു വെച്ച് തനിയായി അടിച്ച് ഒരിക്കലും ആയുധമാക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ആയുധമാക്കാൻ പറ്റത്തില്ല. അതടിക്കുന്നതിനനുസരിച്ച് ആമേൻ വെറും ഹല്ലേലൂയ ആ രീതിയിൽ തന്നെ കിടക്കും. ഉലയിലേക്ക് വെച്ച് നല്ല തീയുടെ ചൂട് പിടിപ്പിച്ച് പഴിപ്പിച്ചാൽ അത് പണിതെടുക്കുവാൻ പഠിച്ച നല്ല കുല്ലൻ എളുപ്പമാണ്. എന്നതുപോലെ നീ നല്ല ആരാധനയുള്ളടത്ത് പോകണം, നീ നല്ല ദൈവകൃപയുള്ളടത്ത് പോകണം, നീ വിളിക്കപ്പെട്ടടുത്ത് പോകണം, നീ ന്യായപ്രമാണം അനുസരിക്കണം, നീ ഉപവാസം അനുസരിക്കണം, നീ ഉപദേശം അനുസരിക്കണം. ഉപദേശത്തിന് മാത്രമാണ് വില. ഉപദേശമില്ലാത്ത ചന്ത കച്ചവടത്തിൽ പോയാൽ ഹല്ലേലൂയ നമ്മളും അതേപോലെ വഴിയിൽ വെച്ച് തകർന്നു പോകും. ഹല്ലേലൂയ വഴിയിൽ വെച്ച് കുറവ് തീക്കുന്ന ദൈവം ആ യേശുവിനെ ഇന്ന് പോൽക്കാലം ആത്മാവിൽ ആരാധിക്കുവാൻ എത്ര ദൈവ മക്കൾ തയ്യാറാകും? വായിക്കാം. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഈ 63-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം വെള്ളത്തിനായി ദാഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വെള്ളം കോരിക്കൊണ്ട് പോകരുതോ? ഈ വെള്ളമല്ല തിരുവെഴുത്ത് പറയുന്ന വെള്ളം. തിരുവെഴുത്തിനകത്ത് പറയുന്ന വെള്ളം പരിശുദ്ധാത്മാവാകുന്ന നദിയാണ്, പരിശുദ്ധാത്മാവാകുന്ന വെള്ളമാണ്. ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും ഒരിക്കലും ദാഹിക്കത്തില്ല. ദാഹിക്കാത്ത ജലമാണ് പരിശുദ്ധാത്മാവ്. പിന്നെ പ്രാപിക്കാൻ ഒരു ദാഹം നമുക്കുണ്ടാകണം, അതിനൊരാഗ്രഹം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിക്കാം. എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു,
അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. എന്റെ ജീവകാലമൊക്കെ അങ്ങനെ നിന്നെ വാഴ്ത്തും. എന്റെ അധരം ദൈവത്തെ സ്തുതിക്കുവാനുള്ള ദാഹമുണ്ടാക്കണം. സ്വതന്ത്രം സ്വതന്ത്രം. മറ്റെല്ലാത്തിനും നമ്മൾ കൊടുക്കുന്ന സമയത്തിൻ്റെയെങ്കിലും 1% ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ദിവസത്തിൽ പഠിപ്പിച്ചതുപോലെ ഹല്ലേലൂയ 7 ലഭിക്കാത്ത പദവി 8 ലഭിച്ചു. നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അനുസരിച്ച് വന്നവർ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അതുകൊണ്ട് ഇത് ഹല്ലേലൂയ 30, 40, 50 കൊണ്ടൊരു ഹല്ലേലൂയ ആരാധന തീരുന്ന ഇടമല്ല. 30, 40, 50 ലക്ഷം കൊണ്ടും തീരത്തില്ല. ഇത് അതിനപ്പുറവും കടന്നു പോകുന്നതാണ്. നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ കഴിവുള്ളവരെ ദൈവം കൊണ്ടുവരും. അത് നിങ്ങളുടെ കണ്ണിൽ കാണുവാൻ കഴിയും. ഒരിക്കൽ അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം 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 ഒരു ദൈവദാസന്റെ പ്രവചനം വെളിപ്പെട്ടപ്പോൾ ശത്രുവിന് അടങ്ങാൻ കഴിഞ്ഞില്ല. ശത്രു അതുകൊണ്ട് ഓടുവാൻ തുടങ്ങി. ആമേൻ ആമേൻ. ശത്രുവിന്റെ ഓട്ടം ഹല്ലേലൂയ ചില ദൂരം വരെ പോകത്തുള്ളൂ. ശത്രുവിന്റെ ഓട്ടം വഴിയിൽ നിന്ന് പോകും. ദൈവ പൈതലിന്റെ ഓട്ടം ലക്ഷ്യം കരസ്ഥമാക്കാൻ വേണ്ടി ഉള്ള ഓട്ടം തുടരാൻ തയ്യാറുള്ള ദൈവമക്കൾ ഇന്ന് പൽക്കാലം വായി കൊണ്ടുവന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ആരാധിക്കാൻ വന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചു. ആരാധിക്കാൻ വന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ അഗ്നിയ നാവ് ആയി മാറാൻ പോകുന്നു. ഹല്ലേലൂയ. വെള്ളമില്ലാതിരിക്കുന്ന ഹല്ലേലൂയ ആമേൻ ആമേൻ നിന്റെ മന്ദിരത്തെ ദൈവത്തിന്റെ ആത്മാവാകുന്ന വെള്ളം പകർന്ന്, ദൈവത്തിന്റെ ആത്മാവാകുന്ന നദി പകർന്ന് പരിശുദ്ധാത്മാവ് വരണ്ട അവസ്ഥയെ മാറ്റാൻ, ഉണക്ക അവസ്ഥയെ മാറ്റാൻ ഇന്ന് പൽക്കാലം ഒരു നദി പുറപ്പെടുവിക്കാൻ എന്റെ യേശു തയ്യാറായിട്ടുണ്ട്. അവരെ ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ശക്തിയോടെ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സാധാരണ ദൈവാത്മാവ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ത്രില്ലിംഗ് ഉണ്ടാകും. ദൈവവേലയിൽ കൂടുതൽ നിന്ന് ചുക്കാൻ പിടിക്കണം, കൂടുതൽ പ്രവർത്തിക്കണം, കൂടുതൽ വേലയ്ക്ക് വേണ്ടി കൈതാങ്ങണം, കൂടുതൽ ആത്മാക്കളെ നേടണം. ഇതാണ് പരിശുദ്ധാത്മാവ് ഞാൻ പ്രാപിച്ച കാലഘട്ടത്തിലുള്ളത്. ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് മുമ്പ് ഞാൻ മനുഷ്യനായിരിക്കുന്നത് കൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കൽപ്പന അനുസരിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്കത് ചെയ്യാതിരിക്കുവാൻ സാധ്യമല്ല. ചെയ്യാതിരിക്കുന്നവൻ കെട്ടപ്പെട്ടവൻ എന്നുള്ളതാണ്. ഹല്ലേലൂയ ആമേൻ ആമേൻ. ഒരു തൊട്ടിക്കുഴിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്ന വെള്ളത്തെ ഒരിക്കലും പുറത്തു പോകണമെങ്കിൽ ഈ തൊട്ടിക്കുഴിയെ പൊട്ടിച്ചു വിടണം. അത് ഹല്ലേലൂയ ആ വെള്ളത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് കെട്ടിക്കിടക്കുന്നതിനനുസരിച്ച് അതിനകത്ത് അഴുക്കുകൾ വന്നുകൂടും. ഹല്ലേലൂയ ആമേൻ. അണുബാധകൾ വന്നുകൂടും. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ അണുബാധകൾ വരത്തില്ല. ഹല്ലേലൂയ. വരുന്ന അണുബാധകളെ ഈ ഒഴുക്ക് കുത്തിമറിച്ച് ദാവീദ് എടുത്ത കല്ല് പോലെ മിനുസമുള്ളതാക്കിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ കെട്ടിക്കിടക്കുവാൻ ആഗ്രഹിക്കുന്ന, കെട്ടിൽ കിടക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസിക്കുള്ള ഉപദേശമല്ല ഇത്. കെട്ടഴിഞ്ഞ് പുറത്തു വരാനുള്ള വിശ്വാസിക്ക്, കെട്ടഴിഞ്ഞ് പുറത്തു വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പൽക്കാലം ഞാൻ ഈ സങ്കീർത്തനം ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ഏലതൊക്കെ കെട്ടഴിഞ്ഞ് പുറത്തു വരാൻ പോകുന്നു. ഏലതൊക്കെ കെട്ടഴിഞ്ഞ് പുറത്തു വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ഇളകുന്നത് മാത്രം പോരാ, പുറത്തോട്ട് വന്ന് ഇളകാൻ തയ്യാറാക്. പുറത്തേക്ക് നിന്റെ ഹല്ലേലൂയ അഭിഷേകത്തെ വെളിപ്പെടുത്താൻ തയ്യാറാക്. പുറത്തേക്ക് നിന്നിൽ വ്യാപരിച്ച ദൈവശക്തിയെ വെളിപ്പെടുത്താൻ തയ്യാറാക്. അങ്ങനെ തയ്യാറാകുന്ന ഒരു ഓഡിയൻസ് ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം നിന്നെ വാലല്ല തലയാക്കുന്ന എന്റെ യേശുവിനെ കുറിച്ച് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. അന്യായമായ ഏത് പ്രതികൂലം നിനക്കെതിരെ വന്നാല്, എത്ര കാലപ്പഴക്കം ചെന്നതായാലും, എത്ര മുറ്റിയതായാലും, എത്ര പഴകിയതായാലും, എത്ര ദീർഘായുസ് അല്ലെങ്കിൽ ദീർഘകാലം ചെന്നതാണേലും കർത്താവ് അതിനെ പൊട്ടിച്ച് നിന്റെ കുടുംബത്തെ പണിതെടുക്കും. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ചാട്ടെ. കടന്നു വന്ന ദൈവമക്കൾ ആരാധിക്കാൻ വന്നവരൊക്കെ ആരാധിച്ചു തുടങ്ങിക്കോ.
ഷുഡബല ബല 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 റിബലക്കമന ഘടകമന റബന ഘടകമന വൈഡമന ഘടകസിയ വൈഡമന റബനെ ഘടകം റിബൽക്കമന ഘടകം വൈഡപ്രവിഡിയാന ഘടക സിയാന ഘടകം ഉടമന ഘടകമന റബന ഘടകമന ഘടകസിയ അടകമന ഘടക റിബൽക്കമന ഘടകം. പലരോടും പരിശുദ്ധാത്മാ പ്രവചിക്കുകയാണ്, പരിശുദ്ധാത്മാ പ്രവചിക്കുകയാണ്, പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു. ഓ, നിന്റെ പാരമ്പര്യത്തിന്റെ കെട്ട് പൊട്ടാൻ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല മാറാൻ, നിന്നെ പിടിച്ചു വച്ചങ്ങനെ ശത്രു മാറാൻ ആഗ്രഹിക്കുന്ന ദൈവ മക്കൾ ഉണ്ടെങ്കിൽ കരങ്ങളെ തട്ടിയ ശതിയോടെ 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 ശൈത്താനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായിരിക്കും. വായിക്കാം. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യും. എൻ്റെ പ്രാണനും മഞ്ചയും നേകസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായി സന്തോഷമുള്ള എൻ്റെ വായ്ക്കൊരു സന്തോഷം വേണം. നിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിനെ നോക്കി ഭാര്യയെ നോക്കി സ്തുതിക്കാനല്ല ഈ ബൈബിള് പറഞ്ഞത്. ലോകത്തെ നോക്കി സ്തുതിക്കണമെന്ന്. ലോകത്തെ നോക്കി സ്തുതിക്കണം. ലോകത്തിലാണ് സ്തുതി മുഴങ്ങുന്നത്. ഹല്ലേലൂയ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രാൻസ്ലേഷൻ നടത്താനല്ല പറഞ്ഞേ. യേശുവിന്റെ നാമ ജനത്തിന്റെ നടുവിൽ, ജാതികളുടെ നടുവിൽ സ്തുതിക്കണം. അതിനാണ് നമ്മുടെ അതരത്തെ ദൈവം ബലപ്പെടുത്തിയത്. വായിക്കാം. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോപാതങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അവരെ വാളിന്റെ ശക്തി കേൾപ്പിക്കും. കുറുനരികൾക്ക് അവർ ഇരയായി തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കുന്നു. അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും പോഴ്ക്കു പറയുന്നവരെ വായടയപ്പെടും. ഇപ്പോൾ കാലം ഈ സങ്കീർത്തനം ശരിക്കും നമ്മളെ നല്ലൊരു ഉപദേശം പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് നമുക്ക് വരുന്ന വാക്കുകൾ നാശത്തിന് കാരണമാകരുത്. നല്ലൊരു ആയുധമാകാൻ, നല്ലൊരു ദൈവ പൈതലാകാൻ മാനസാന്തരം വന്നാൽ ഫലം വരും. ഫലം വന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ വീട്ടിൽ പലരും അത് ഫലം കണ്ട് വരുവാനിടയാകും. ആ ഫലത്തിൽ പങ്ക് അവർക്കും പ്രാപിക്കുവാൻ ദൈവം സമൃദ്ധി വരുത്തും. അപ്പോൾ ഫലം ഒരു മനുഷ്യന്റെ മേൽ വന്നാൽ മാത്രമേ ഗുണമുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഫലത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഫലം വന്ന് നമുക്ക് പലർക്കും ഫലം ദൈവം തന്നതാ. പക്ഷേ ഫലം നമ്മൾ മാത്രം കൊണ്ടുവന്ന് സ്വന്തമായി തിന്നാനിരിക്കുക. എനിക്കങ്ങനെ വേദപുസ്തകത്തിൽ തെളിവ് കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്കങ്ങനെ തെളിവ് കിട്ടിയിട്ടില്ല വേദപുസ്തകത്തിൽ. ദൈവത്തിൻ്റെ വചനം പഠിച്ചു കഴിഞ്ഞാൽ ഫലം മറ്റുള്ളവർക്ക് കൊടുക്കണം. അബ്രഹാമിന് ഫലം കൊടുത്തിട്ട് പറഞ്ഞു, നീ ജാതികൾക്ക് കൊടുക്കണം. നിനക്ക് ഞാൻ വീണ്ടും എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കുന്നുമെങ്കിൽ നിനക്ക് നീ ജാതികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അബ്രഹാമിനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ജാതികൾക്ക് അനുഗ്രഹമാകണം. അപ്പോൾ അബ്രഹാമിന് ഫലം കൊടുത്തു, ജാതികൾക്ക് ഫലമായി മാറാൻ, ജാതികളെ ഹല്ലേലൂയ ആമേൻ ചേർത്തെടുക്കുവാൻ. അങ്ങനെ നമ്മൾ ഈ സഭയ്ക്കകത്ത് ദൈവത്താൽ അങ്ങനെ ആർക്കെങ്കിലും നിയോഗമുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം തീരുമാനത്തോടെ ആയിരിക്കാൻ ദൈവനാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്